Namaste from Modak. Welcome, day 3 of Project Agri. നമുക്കറിയാം ഏതൊരു വലിയ കാര്യം ചെയ്യുന്നതിന് മുമ്പും ചെറിയ സാമ്പിൾ ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണെന്ന്. എൻ്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് എത്ര സ്പേസ് യൂസ് ചെയ്യണം എന്നാണ്. ഇവിടെ ഞാൻ റെന്റിനെടുത്ത വീട്ടിൽ ഏകദേശം 140 സ്ക്വയർ ഫീറ്റ് സ്പേസ് ഫ്രീ ആയതുകൊണ്ട് അത്തരം തന്നെ ഞാൻ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. സത്യത്തിൽ ഇപ്പോഴത്തെ മോഡേൺ മെത്തേഡായ ഹൈഡ്രോപോണിക്സ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്ര സ്പേസിന്റെ ആവശ്യം വരില്ല. സെക്കൻഡ്, ടൈപ്പ് പ്ലാൻ ആണ് വേണ്ടതെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. അതിനാവശ്യമായ വെജിറ്റബിൾസിനെ ഞാൻ ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡെർഡിറ്റർമിനേറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്തു. അതായത് നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്ത് അനുസരിച്ചാണ് ഈ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. ഡിറ്റർമിനേറ്റ്സ് പൊതുവെ മോർ മാനേജബിൾ ആണ്, ലെസ് സ്പേസ് മതി, പിന്നെ നമുക്കൊരു 60 to 80 ദിവസത്തിനുള്ളിൽ ഔട്ട്പുട്ടും തരും. ബട്ട് ഇൻഡിറ്റർമിനേറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്, പിന്നെ ഏകദേശം 150 ദിവസം എടുക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ ഡിറ്റർമിനേറ്റ്സ് പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ തന്നെ ഞാൻ റൂട്ട് ആൻഡ് സ്റ്റെം വെജിറ്റബിൾസ് എന്നും കൂടെ ക്ലാസിഫൈ ചെയ്തു. നിങ്ങൾക്കറിയാലോ ഈ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് വെജിറ്റബിൾസ് എവിടെ വളരുന്നു, മണ്ണിലടിയിലാണോ അതോ പുറത്താണോ എന്ന് ബേസ് ചെയ്താണ്. ഫൈനലി ഇതൊരു ട്രയൽ സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് ഡിറ്റർമിനേറ്റ്സ് ആയിട്ടുള്ള 3 സ്റ്റെം വെജിറ്റബിൾസ് ആണ്: ടൊമാറ്റോ, ചില്ലി, ക്യാപ്സിക്കം. ഏകദേശം 200 തൈകളാണ് ഞാൻ ട്രയലായിട്ട് നട്ടുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം അല്ല കേട്ടോ, കറക്റ്റ് എക്സ്പെൻസും നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട വെജിറ്റബിൾസിന് എത്ര തൈ വേണം എന്നുള്ള കണക്കും കിട്ടും.